ഇന്നത്തെ കാലത്ത് വീടുകളിൽ കിച്ചൺ ചെയ്യുമ്പോൾ അതിലേക്ക് എങ്ങനെ എൻട്രി കൊടുക്കണമെന്ന് ഇപ്പോഴും ആൾക്കാർക്ക് സംശയമാണ്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ ഓപ്പൺ കിച്ചൺ ആണ്, എന്നാൽ ക്ലോസ്ഡ് ആണെന്ന് ചോദിച്ചാൽ ക്ലോസ്ഡും ആണ്. കണ്ടില്ലേ, ക്ലോസ്ഡ് ഓപ്പൺ കിച്ചൺ സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂട്ടഡ് ഗ്ലാസ്സിൽ ഇതുപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഡോർ കൊടുത്തു. ഇപ്പോൾ ഇതൊരു ഓപ്പൺ കിച്ചൺ അല്ലേ, മനോഹരമായിട്ടുള്ള വലിയ സ്പേസ് ഉള്ള അടിപൊളിയായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഈ കൗണ്ടറുകളെല്ലാം ഫുൾ ബോഡി ടൈലിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഫുൾ ബോഡി ടൈൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വലിയ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആയി മാറി. കിച്ചണുകൾ വീടുകളിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സ്പേസ് അധികം കിച്ചണ് കൊടുക്കണമെന്നാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും, നല്ല മൈക്ക ഫിനിഷ് ആണ്. PVC ബോർഡിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുഡൻ ആയിട്ടുള്ള ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് മൊറോക്കൻ ആയിട്ടുള്ള ഡിസൈൻ വരുന്ന പാറ്റേണുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൂടുതൽ ആക്സസറീസ് കാര്യങ്ങളൊന്നും ഇല്ല, സിമ്പിൾ ആക്സസറി. ഒരു വീടിന് എന്തൊക്കെയാ വേണോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഇവിടെ ഡിസൈനുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഇതുപോലെ സ്പേസുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് കളർ ടോൺ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഒരു വീട്ടിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റുകൾ യൂസ് ചെയ്തു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വീട്ടിൽ ജിപ്സം സീലിംഗ് ഉപയോഗിച്ചിട്ടേ ഇല്ല. വീടുകളിലെ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം, അതിൻ്റെ ഫ്ലോർ പ്ലാൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കിച്ചൺ ചെയ്യുക. വെറുതെ സ്പേസ് കളയരുത്. കിച്ചണിന് എന്ത് വേണം എന്ന് എങ്ങനെ പറയും, അതാണ് ഈ കിച്ചൺ എന്ന് തന്നെ പറയണം.